എന്റെ ആദ്യത്തെ സേവിങ്സ് എന്ന് വാങ്ങിച്ച ക്യാമറയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഈ ക്യാമറയിൽ. നാളെ നീ എനിക്ക് ഇതിൽ കുറച്ച് ഫോട്ടോസ് எடுத்து தரணும். இந்த மரம் பாருங்க, ஸ்ட்ரெயிட் லைனே பார்க்கறது ரொம்ப அழகா இருக்கு. ஸோ இப்படி வந்து இப்படி பாப்பா வந்து நிக்க வச்சுட்டு നീറ്റാ ഒരു പിക്ക് എടുക്ക പോறோம். சூரியன் வந்து ரொம்ப வந்து அதிகமா அடிக்குது. ஸோ ஏடியை வந்து லைட் வச்சிருக்கேன். ஸோ இதை வச்சு நம்ம வந்து கண்ட்ரோல் பண்ணிக்கலாம். ഒരു കുട്ടി നമുക്കൊരു സിംഗിൾസ് എടുക്കാം. കമോൺ, ക്യാമറമാന്റെ ടെക്നിക്ക് തരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എടുത്ത ഫോട്ടോ കൊണ്ട് ഇത്തവണത്തെ കാർഷിക മേളയിലെ ഫോട്ടോഗ്രാഫികൾ അവാർഡ് ഞാൻ അടിച്ചെടുക്കും. லைட் கொடுத்துட்டு ஸோ இந்த மீன் முள்ளு மாதிரி இருக்கிற இந்த வாழை மட்டையில வந்து நீட்டா நிக்க வச்சுட்டு ஒரு பிக் எடுத்து பார்ப்போம். അവൻ പോയാൽ എത്രത്തോളം പോകുന്നത് നമുക്ക് നോക്കാം. പോകുമല്ല, അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. എന്താ ചെയ്യാ? சொல்ற மாதிரி ஒரு 2 கிளிப் எடுக்கிறோம். படம் எப்படி இருக்கு பாருங்க, நல்லா இருக்கு. காஸ்டியூம் பாப்பாவுக்கு വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പറഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. ഫ്രെയിമിങ്ങും ലൈറ്റിങ്ങും കോമ്പോസിഷനും ടെക്നിക്സും ഒന്നുമല്ല, പതുക്കെ പതുക്കെ ഞാൻ അറിഞ്ഞു. റീൽസിനോട് കിട്ടിയോടാ? കിട്ടി സാർ. സ്ലോ മോഷൻ ഇത് വൈറലാവും. എന്റെ പറച്ചിനി കഥ മുത്തപ്പാ മിന്നിച്ചേക്കണേ. ഇംപ്രസ് ചെയ്യിക്കുന്നവൻ ഇവിടെ വാഴും, അല്ലാത്തവൻ പോകും. അടിപൊളി. അതെ. കന്യാകുമാരി தான் ഫോട്ടോ ഷൂട്ട്, ഔട്ട്ഡോർ ഷൂട്ട് വന്നിருக்கோம். മഞ്ഞ തണ്ണി. തന്റെ ഈ പാഷൻ പ്രൊഫഷൻ ആക്കിക്കൂടെ? ஒரு 2 கிளிப் பீச்ல சும்மா அந்த பாப்பா உட்கார வச்சு ஒரு 2 கிளிப் எடுத்து அப்டேட் பண்றோம். படம் எப்படி இருக்கு பாருங்க. പ്രാഞ്ചിരിക്കി ഇരിപ്പുറക്കില്ല. താനൊന്ന് വേഗം നോക്കി പറഞ്ഞേ. ഒരാളുടെ ആവേശം നോക്കി. എന്തുവാടോ ഇത്? ഇതെന്തോ ഫോട്ടോയാ? താനക്ക് ഇവിടുത്തെ ഫോട്ടോഗ്രാഫറാ? മതി ഈ സൈസ് പഴഞ്ചൻ ഏർപ്പാടുകൾ. ഇനി ഞാൻ പറയുന്ന പോലെ അങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. நெக்ஸ்ட் அந்த ப்ளூ கலர் அந்த அட்டை இருக்கு பாத்தீங்களா, அது பாருங்க வெறித்தனமா இருக்கும். വാ കാണിച്ചു തരാം. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. ரோஸ் இந்த கொடையில. ஸோ இதை வந்து பாப்பா அப்படி மேல தூக்கி மேல இருந்து அப்படி ரோஸ் நீட்டா கொட்டுற மாதிரி. 16നും 26നും ഇടയ്ക്കുള്ള സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. ஒரு பிக் எடுத்து பார்க்கலாம், எப்படி இருக்குன்னு தெரியல. பட் நம்ம எடுத்தா வெறித்தனமா இருக்கும், பாருங்க. അതൊക്കെ പറയാം. ഒരൊറ്റ കൈ. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. അത് ഞാൻ താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും ഞാനത് ചെവിക്കൊണ്ടില്ല. ரொம்ப டாலண்டட். இவன் வந்து ஸ்பெஷலிஸ்ட் பண்ணது கேண்டிட் போட்டோகிராஃபி. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? അത് കുഴപ്പമൊന്നുമില്ല. അമ്മാവനത് പുത്തിരിയൊന്നുമല്ല. ഇത് കലാപരല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉണക്കമുന്തിരി